ഐവാ സെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അമിത്ഷാജി, പൗരത്വ ബില്ല് വന്നപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചവരാണ്. നോട്ട് നിരോധനം വന്നപ്പോൾ അമിത്ഷയ്ക്കും മോദിക്കും ഒരു സെല്യൂട്ട് അടിച്ചവരാണ്. കശ്മീരിലെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞപ്പോൾ അത് രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ണടിച്ച് ചാനൽ ചർച്ചകളിൽ വാ തുറന്ന് വലിയ രീതിയിൽ സംസാരിച്ചവരാണ് കേരളത്തിലെ BJP നേതാക്കൾ. പക്ഷേ അമിത്ഷാ, നിങ്ങൾ ഹിന്ദിയുമായി മുന്നോട്ട് വരരുത്, അത് ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ഹിന്ദിക്ക് വേണ്ടി മുറവിളിക്കുന്ന ഞങ്ങളോട് മാധ്യമപ്രവർത്തകർ പറയുന്നു ചാനൽ ചർച്ചകളിൽ 2 വാക്ക് ഹിന്ദിയിൽ സംസാരിക്കൂ എന്ന്. ഞങ്ങൾ എങ്ങനെയാണ് അമിത്ഷാജി ഹിന്ദിയിൽ സംസാരിക്കുക? അതുകൊണ്ട് നിങ്ങൾ എല്ലാ സംസ്ഥാനത്ത് നടപ്പിലായിക്കോ, നമ്മുടെ കൊച്ചു കേരളത്തിനെ ഒന്ന് ഒഴിവാക്കി തന്നേക്കോ എന്നായിരിക്കാം കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും രാജേഷിനെ പോലെയുള്ള നേതൃത്വങ്ങൾ ചിലപ്പോൾ BJPയുടെ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. അതായത് ഒരു തമാശ രൂപേണ പറഞ്ഞതാണ്. ഹിന്ദി എന്ന അമിത്ഷയുടെ നീക്കത്തിന് അമിത്ഷാ തന്നെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും അവർക്കിഷ്ടമുള്ള ഭാഷകൾ സംസാരിക്കട്ടെ, അവരുടെ പ്രാദേശിക ഭാഷകൾക്ക് അവർ മുൻതൂക്കം നൽകട്ടെ, ഹിന്ദി ഇനി നിർബന്ധമാക്കേണ്ടതില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു. പൗരത്വ ബില്ലും അതുപോലെ തന്നെ കശ്മീരിൻ്റെ പ്രത്യേക അധികാരവും അതുപോലെ നോട്ട് നിരോധനവും ഒക്കെ കൊണ്ടുവന്ന കേന്ദ്രത്തിന് ഇതെന്തു പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഈ നയത്തെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് വേണം പറയാൻ. തമിഴ് മക്കൾ പറഞ്ഞു തമിഴ് മതി എന്ന്, കർണാടകയിലെ BJPക്കാർ അടക്കം പറഞ്ഞു കന്നഡ മതി എന്ന്, കേരളീയർ പറഞ്ഞു മലയാളം മതി എന്ന്, തെലുങ്കാനയിൽ തെലുങ്ക് മതി എന്ന് തെലുങ്കാനയിലെ ജനങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടായ നീക്കത്തിലൂടെ അമിത്ഷയെ ഞെട്ടിപ്പിച്ചു. ഒടുവിൽ അമിത്ഷയ്ക്ക് ഉറപ്പായി ഇത് മറ്റുള്ളതുപോലെ ഒരു സംസ്ഥാനത്തെ വേട്ടയാടുന്നത് പോലെയുള്ള കാര്യമല്ല, മറിച്ച് ഇത് വലിയ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹിന്ദി പ്രേമം തൽക്കാലം ഉപേക്ഷിച്ചേക്കാം. ഹിന്ദി പ്രേമം എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ സംസാരിച്ചിട്ടില്ലേ? ഹിന്ദി നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹിന്ദിയെ നമ്മൾ നെഞ്ചിലേറ്റിയിട്ടില്ലേ? രാജ്യത്തിൻ്റെ മാതൃഭാഷ എന്ന നിലയിൽ ഹിന്ദിയെ നമ്മൾ സ്നേഹിച്ചവരാണ്, ഹിന്ദി സംസാരിക്കാൻ താല്പര്യപ്പെട്ടവരാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഒരു സുപ്രധാന നിമിഷത്തിൽ ഹിന്ദി മതി എന്ന അമിത്ഷയുടെ നീക്കം, അതിന് പിന്നിൽ സംഘപരിവാറിൻ്റെ അജണ്ടയുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട്, കലാപ ഉദ്ദേശമുണ്ട്. അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഹിന്ദിയോട് നമ്മൾ നോ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് ഹിന്ദി നിർബന്ധമാക്കാൻ പോകുന്നില്ല എന്ന്. 26 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുമായിട്ടുള്ള യോഗം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, എല്ലാവരും അവരവരുടെ പ്രാദേശിക ഭാഷകൾ മതി എന്നുള്ള നിലയിൽ. അങ്ങനെ ഒടുവിൽ ഹിന്ദിയോട് നോ പറഞ്ഞതുകൊണ്ട് തന്നെ ഹിന്ദി ചുരുട്ടിമടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് അമിത്ഷയും കൂട്ടരും നോ പറഞ്ഞു പോയിരിക്കുന്നു. ഇത് കൂട്ടായ നീക്കത്തിൽ ലഭിച്ച ഒരു വിജയമായി കാണണം, ഇതിനെ ചെറുതായി കാണേണ്ടതല്ല. എല്ലാവരും ഒന്നിച്ചപ്പോൾ, എല്ലാവരും ഒരേ വികാരത്തോടു കൂടി മുന്നോട്ട് വന്നപ്പോൾ നോ പറയാൻ നമുക്ക് സാധിച്ചു. എന്താണ് ആ ഒരേ വികാരം എന്ന് പറയുന്നത്? അവരവരുടെ ഭാഷ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ മുന്നോട്ട് വന്നു. അതേപോലെ തന്നെയാണ് രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും. ആ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെയൊക്കെ പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകൾ, ദളിതർ അനുഭവിക്കുന്ന ക്രൂരതകൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് തന്നെ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഹിന്ദി നടപ്പിലാക്കാനുള്ള, അല്ലെങ്കിൽ ഹിന്ദിക്ക് മാത്രമേ ഐക്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അമിത്ഷയുടെ വാദത്തിന് നമ്മൾ നൽകിയ തിരിച്ചടിയിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.